ആ രവിയേട്ടാ. എന്തൊക്കെയുണ്ട് ടിന്റുമോനെ? അല്ല, ഞാനിന്ന് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഒരു കംപ്ലൈന്റ് തന്നാലോ എന്ന് വിചാരിക്കുക. എന്താ കാര്യം? നമ്മളെ പഴയ ഒരു ഗുണ്ട ഭാസ്കരനില്ലേ, ആളിപ്പോ ഞങ്ങളുടെ കോളനിയിൽ സ്ഥലം വാങ്ങി ബോംബ് നിർമ്മാണം തുടങ്ങാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. പരിസരവാസികളെ മുഴുവൻ ഭീഷണിപ്പെടുത്തി വീടും സ്ഥലമൊക്കെ വാങ്ങിക്കുകയാണ്. അങ്ങനെയാണോ? ഈ വിഷയം ഒരു മാസ് പെറ്റീഷനായി തന്നാലോ എന്ന് ആലോചിക്കുകയാണ്. ഒരു ആക്ഷനും എടുക്കാൻ പറ്റൂല. അറിയാലോ, രാഷ്ട്രീയക്കാരൊക്കെ അവന്റെ കൂടെയാ. അവർക്ക് വേണ്ടിയാ അവനൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇനി ഞങ്ങൾ എന്ത് ചെയ്യും സാർ? ചുളു വിലക്ക് ഇപ്പൊ അവനെ ഞങ്ങളുടെ വീട് സ്ഥലമൊക്കെ കൊടുക്കാൻ പറ്റുമോ? ഏതായാലും നീ ഒരു പെറ്റീഷൻ താ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. എന്താടോ വല്ലവരെ കൊഴിഞ്ഞോ? ഏടെ ദിവസം ഞങ്ങൾക്ക് നാട്ടുകാരൊന്നും തല്ലു കിട്ടാന്നില്ലാതെ ആരും ഒഴിയുന്നില്ല. അവൻ ആള് മോശക്കാരനല്ല. അവന്റെ കാര്യം ഞാൻ ഏറ്റടാ. നാട്ടുകാരും പോലീസും എല്ലാം നമുക്കെതിരാണ്. എടോ, പോലീസും SI മാത്രമൊന്നുമല്ലേ നാട്ടില്. ടിന്റുമോന്റെ കാര്യമില്ലേ, അത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞില്ലേ. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പേടിച്ചാലോ? നിങ്ങൾ ധൈര്യമായിരിക്കേ. ബായ്, സൂക്ഷിക്കണേ. ബായ്. ഓക്കെ പൊക്കോ. എന്തപ്പ ചെയ്യാ? ഈ ടിന്റുമോൻ ആളൊരു തലവേദന ആയല്ലോ. നോക്ക് ടിന്റുമോനെ, ആ ബായിന്റെ ആളുകൾ വന്ന് നമ്മളാളുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഞാൻ പോലീസ് പോയി കംപ്ലൈന്റ് ചെയ്തു, ഒരു രക്ഷയില്ല. യഥാർത്ഥത്തിൽ പോലീസുകാർക്ക് അവരെ വലിയ ഇഷ്ടമില്ല. രാഷ്ട്രീയക്കാരുടെ സ്വാധീനം കാരണം അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ ബായ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ബോംബ് നിർമ്മാണവും നടത്തും, കള്ളനോട്ട് നിർമ്മാണവും നടത്തും. നമ്മൾ എന്താ ചെയ്യാ? അവൻ എന്തോ ചെയ്യട്ടെ, പക്ഷെ നമ്മളെ ജീവിക്കാൻ അനുവദിച്ചാൽ മാത്രം മതി. അതന്നെ. നോക്ക് ടിന്റുമോനെ, ഞാൻ അച്ഛന്റെ സ്വത്തെല്ലാം ഉപേക്ഷിച്ചു വന്നതാ. ഇപ്പൊ നമ്മൾ ഈക്വൽ സ്റ്റാറ്റസുകാരായില്ലേ. ഇനി എന്നാ നമുക്ക് വിവാഹം കഴിച്ചൂടെ? പ്രശ്നം ഈക്വൽ സ്റ്റാറ്റസിൻ്റെതല്ല. എല്ലാവർക്കും വേണ്ടത് പണമാണ്. അത് അമ്മയായാലും അച്ഛനായാലും ചേട്ടനായാലും കാമുകിയായാലും ഭാര്യയായാലും. പണം ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ട്. പണം ഇല്ലേ നമ്മളെ ആർക്കും വേണ്ട. അപ്പോ ടിന്റുമോനല്ലേ ഇഷ്ടല്ലേ? ഇഷ്ടക്കുറവൊന്നുമില്ല. ഈ അവസ്ഥയിൽ എനിക്ക് മഞ്ജുളി വിവാഹം കഴിക്കാൻ പറ്റില്ല. നോക്ക് ടിന്റുമോനെ, നമ്മൾ സ്നേഹിക്കുന്നവരല്ല നമ്മൾ വിവാഹം കഴിക്കേണ്ടത്, നമ്മളെ സ്നേഹിക്കുന്നവരാണ് വിവാഹം കഴിക്കേണ്ടത്. ഞാൻ എന്തായാലും കാത്തിരിക്കും ടിന്റുമോനെ വിളിക്കേണ്ടി. താങ്ക് യു. ഓക്കെ. മറയരുതേ, വാനിൽ പറക്കാൻ ചിറകുകൾ താ. ആഴിയ കീഴാക്കി മേഘത്തെ മഴയാക്കി മൂർധാവിൽ കരഞ്ചേർത്തും മിഴികളിൽ മിഴി ചേർത്തും വഴിയില്ലാതലയുന്നു ഞാൻ. മലർ മഞ്ജുളെ നീ മറയരുതേ, വാനിൽ പറക്കാൻ ചിറകുകൾ താ. ആഴിയെ കീഴാക്കി മേഘത്തെ മഴയാക്കി മൂർധാവിൽ കരഞ്ചേർത്തും മിഴികളിൽ മിഴി ചേർത്തും വഴിയില്ലാതലയുന്നു ഞാൻ. ചിന്ന മഴത്തുള്ളി മണ്ണിനെ തണുപ്പിച്ചും കുഞ്ഞു കുഞ്ഞു വെട്ടങ്ങൾ താമസിനെ മറപ്പിച്ചു. ചിന്ന മഴത്തുള്ളി മണ്ണിനെ തണുപ്പിച്ചു കുഞ്ഞു കുഞ്ഞു വെട്ടങ്ങൾ താമസിനെ മറപ്പിച്ചു. നർത്തനം ചെയ്തുകൊണ്ടും പുഷ്പബാണം എഴുതുകൊണ്ടും സ്തുതിഗാനം പാടിക്കൊണ്ടും ചന്തമായി ആടിക്കൊണ്ടും എട്ടു ദിക്കിലും അലയുന്നു ഞാൻ. മലർ മഞ്ജുളെ നീ മറയരുതേ, വാനിൽ പറക്കാൻ ചിറകുകൾ താ. ആഴ
ആഴിയെ കീഴാക്കി മേഘത്തെ മഴയാക്കി മൂർധാവിൽ കരം ചേർത്തും മിഴികളിൽ മിഴി ചേർത്തും വഴിയില്ലാതലയുന്നു ഞാൻ. അനുപമമേ ആനന്ദ സാന്ദ്രം ശുദ്ധരാഗം തുളുമ്പിടുമോമലേ. അനുപമമേ ആനന്ദ സാന്ദ്രം ശുദ്ധരാഗം തുളുമ്പിടുമോമലേ. നർത്തനം ചെയ്തുകൊണ്ടും പുഷ്പബാണം എയ്തുകൊണ്ടും സ്തുതിഗാനം പാടിക്കൊണ്ടും ചന്തമായി ആടിക്കൊണ്ടും എട്ടു ദിക്കിലും അലയുന്നു ഞാൻ. മലർമഞ്ചുളെ നീ മറയരുതേ, വാനിൽ പറക്കാൻ ചിറകുകൾ താ. ആഴിയെ കീഴാക്കി മേഘത്തെ മഴയാക്കി മൂർധാവിൽ കരം ചേർത്തും മിഴികളിൽ മിഴി ചേർത്തും വഴിയില്ലാതലയുന്നു ഞാൻ. അവന്റെ വീട്ടിലില്ലല്ലോ. അവനൊരു ഓട്ടോ ഡ്രൈവർ ആണെന്നല്ലേ പറഞ്ഞത്? അതെ, ഒരു വണ്ടി വരുന്നുണ്ട് ഓട്ടോ. അത് അവനാണോ നോക്കിയാലോ? നീ കോടതിയിൽ ഞങ്ങൾക്ക് സാക്ഷി പറയല്ലോ. ഇവരുടെ അനുഭവം നാട്ടുകാർക്ക് എല്ലാവർക്കും ഒരു പാഠമാവട്ടെ. നിങ്ങളൊക്കെ ചെവി തുറന്ന് കേട്ടോ. ആ പോലീസുകാരന്റെയും ടിന്റുമോന്റെ ശവം ഒരൊറ്റ ആഴ്ച കൊണ്ട് ഇവിടെ കെടുക്കും. ആഴ്വരമണൽ തരി ലാവണ്യ പൂശയിൽ